ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 20 എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. നാം ഇന്ന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായമാണ്. ഈ അധ്യായവും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ബൈബിളിൽ പ്രധാനമല്ലാത്ത അധ്യായങ്ങളില്ല. എന്നാൽ ഈ അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ ഭാവിയിൽ സംഭവിക്കുവാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് 12 ഗോത്രങ്ങൾക്ക് സംഭവിക്കുവാനുള്ള കാര്യങ്ങളെ എണ്ണി യാക്കോബ് പറയുന്നതായിരിക്കുന്ന ഒരു അധ്യായമാണ്. യാക്കോബിൻ്റെ നിര്യാണകാലം അടുത്തു. തൻ്റെ 12 മക്കളെയും യാക്കോബ് കൂട്ടി വരുത്തി. ഭാവിയിൽ അവർക്ക് വരുവാനുള്ളതൊക്കെയും അവൻ അവരോട് പറഞ്ഞു. അനുദിന സംഭവങ്ങളല്ല പറഞ്ഞത്, ആത്യന്തിക കാര്യങ്ങളാണ് പറഞ്ഞത്. യാക്കോബിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രം പറഞ്ഞ കാര്യങ്ങളല്ല, ദൈവം തൻ്റെ ആത്മാവ് മുഖാന്തരം യാക്കോബിനെ നൽകിയതായിരിക്കുന്ന, വെളിപ്പെടുത്തിയതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ യാക്കോബ് പറഞ്ഞതെന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാനായിട്ട്. രൂബേൻ്റെ മഹാപാപം അവൻ്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്തു. അവൻ വെള്ളം പോലെ തൂക്കിപ്പോകുമെന്നാണ് രൂബനോട് പറഞ്ഞത്. നീ നിൻ്റെ പിതാവിൻ്റെ കട്ടിൽ മേൽ കയറി രൂബേനെ നീ വെള്ളം പോലെ തൂക്കിപ്പോകും. കണ്ടില്ലേ, രൂബേൻ ഗോത്രത്തിൻ്റെ ചരിത്രം മുഴുവൻ പഠിച്ചാൽ അങ്ങനെ തൂകിപ്പോയ ഒരനുഭവമുള്ള ഗോത്രമാണെന്ന് കാണാം. ലേവ്യരും ശിമയോനും ഇസ്രായേലിൽ ചിത്രിക്കപ്പെടുമെന്ന് യാക്കോബ് പറഞ്ഞു. കാരണം അവർ രണ്ടുപേരും ചേർന്നാണ് വലിയൊരു കൊലപാതകം നടത്തിയത് എന്ന് ഞാൻ പറയട്ടെ. പെങ്ങളെ കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? വേദന ഇരുന്നതായിരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് എന്നിട്ട് അവരെ തൻ്റെ വാള് കൊണ്ട് കൊന്നു. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, ദൈവം നിങ്ങളെ ഇസ്രായേലിൽ ചിതറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ്. അവകാശങ്ങൾ ഭാഗത്ത് കൊടുത്തപ്പോൾ ലേവ്യ ഗോത്രത്തിന് അവകാശം കൊടുത്തില്ല. അതിന് പകരം അവർക്ക് താമസിക്കാനും കന്നുകാലികൾക്ക് മേയാൻ പുൽപ്പുറങ്ങളും മാത്രം. അത് കൊടുത്തത് ഓരോരോ ഗോത്രങ്ങൾക്കിടയിൽ ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ്. അവർ ഒരുമിച്ച് താമസിക്കാനായിട്ടിടയായില്ല. യഹൂദയോട് യാക്കോബ് പറഞ്ഞത് അവൻ തൻ്റെ ജനത്തിന് ചെങ്കോൽ പിടിക്കുമെന്നാണ്. ചെങ്കോൽ എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ ചിഹ്നമാണ്. യഹൂദ ഗോത്രത്തിലാണ് ദാവീദ് വന്നത്. ദാവീദിൻ്റെ സിംഹമായിട്ടാണ് നമ്മുടെ കർത്താവ് വന്നത്, ലോകത്തെ ഭരിക്കാനുള്ള കർത്താവ്. കണ്ടില്ലേ? അപ്പോൾ യാക്കോബ് യഹൂദ ഗോത്രത്തോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് നിറവേറുകയാണ് ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറുകയാണ് ചെയ്യുന്നത്. ബെന്യാമീന് വേണ്ടി യഹൂദ ഉറപ്പ് നിന്നതും സഹോദരന്മാർക്കിടയിൽ നേതാവായി തീർന്നതുമെല്ലാം ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. സെബൂലൂനെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ സന്തതി വ്യവസായത്തിൽ വർദ്ധിക്കുമെന്നാണ് യാക്കോബ്. ധാരാളം സമ്പത്ത് സമാഹരിക്കും. എന്നാൽ ഇസഹാറിനെക്കുറിച്ച് പറഞ്ഞ് അവൻ ദാസനായി തീരുമെന്നാണ്. അതേസമയം വിശ്രമവും സമൃദ്ധിയും അവനുണ്ടായിരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഓരോ ഗോത്രങ്ങളെ സംബന്ധിച്ചും എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞു. ദാൻ ഗോത്രത്തെപ്പറ്റി പറഞ്ഞ് ദാൻ വഴിയിലെ സർപ്പമായിരിക്കുമെന്നും കുതിരപ്പുറത്തിരുന്ന് വരുന്നവൻ്റെ കുതികാൽ കടിക്കുമെന്നും യാക്കോബ് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. അതും കൂടെ പറഞ്ഞ് കൂട്ടിച്ചേർത്തിട്ടാണ് ദാൻ്റെ അനുഗ്രഹങ്ങൾ അവസാനിപ്പിച്ചത്. എത്ര രസകരമായിരിക്കുന്ന ഒരു പ്രവചനമാണത്. കുതിരപ്പുറത്ത് വരുന്ന കർത്താവിൻ്റെ കുതിയാൽ അവൻ കടിക്കുമെന്നാണ്. അപ്പോൾ ദാൻ ഗോത്രത്തിൽ നിന്നാണ് എതിർക്രിസ്തു വരുന്നത് എന്ന ഒരു പൊതുവായ ഒരു വിശ്വാസം യഹൂദന്മാർക്കിടയിലുണ്ട്. ദാൻ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ദാൻ ഗോത്രത്തിൽ നിന്ന് വരുമ്പോൾ അവനാണ് കർത്താവുമായിട്ട് ഏറ്റുമുട്ടുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് യഹോവേ, നിൻ്റെ രക്ഷയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംഘടനത്തിൽ കർത്താവ് വന്നവരെ രക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതായിരിക്കുന്ന സത്യവും. ഗാദിനെക്കുറിച്ച് പറഞ്ഞത് അവൻ ഞെരുക്കുന്നവനും ഞെരുക്കപ്പെടുന്നവനുമായിരിക്കുമെന്നാണ്. മറ്റുള്ളവരെ ഞെരുക്കുന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഞെരുക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ അത് ശരിയാണ്. അവർ ഞെരുക്കുന്നവരുമാണ്, ഞെരുക്കപ്പെടുന്നവരുമാണ്. അവർക്കെന്നും അവരുടെ ചരിത്രത്തിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ആശേർ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞത് സമൃദ്ധിയായി ജീവിക്കുകയും ആഹാരഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുമെന്നാണ്. മനുഷ്യർ പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അത് രണ്ടും. അത് ആശേർ ഗോത്രത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞു. നഫ്താലിയെക്കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനും നല്ല സംസാരത്തിൻ്റെ ഉടമയുമായിരിക്കും, ഇമ്പമായ വാക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞു. ജോസഫിനെ പറ്റി പറഞ്ഞാണ്, ജോസഫിനാണ് ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയത്. ദൈവാനുഗ്രഹവും കുടുംബാനുഗ്രഹവും ഒരുപോലെ അനുഭവിക്കുന്നവനായിരിക്കും ജോസഫ് എന്ന് പറഞ്ഞു. ജോസഫിൻ്റെ 2 പുത്രന്മാരെ ഇസ്രായേൽ ഗോത്രങ്ങളായി കണക്കാക്കിയതുകൊണ്ട് ജോസഫിന് ഇരട്ടി അവകാശവും ഉള്ളവനായിട്ട് തീർന്നു. അതിന്മേൽ പടർന്നതായിരിക്കുന്ന മുന്തിരിവള്ളിയാണ്. ആളുകൾ അതിനെ വില്ലെഴുത് ഏതെന്നാണ് പറഞ്ഞത്, പക്ഷേ ജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. ജോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളിയായിട്ട് എന്ന് ഇരുന്നു. ബെന്യാമിനെക്കുറിച്ച് പറഞ്ഞ് അവൻ കടിച്ചു കീറുന്ന ചെന്നായിയും ആക്രമിക്കുകയും കീഴക്കുകയും ചെയ്യുന്നവനുമായിരിക്കുമെന്നാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗല് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് വന്നത്.
റോമാ സാമ്രാജ്യത്തെ മുഴുവൻ സുവിശേഷം കൊണ്ട് വെട്ടിപ്പിടിച്ചതായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ശൗല് അവനും വന്നത് ബെന്യാമീൻ ഗോത്രത്തിലാണ്. അപ്പോൾ ബെന്യാമീൻ ഗോത്രത്തെ പറ്റി പറഞ്ഞതൊക്കെ ആ നിലയിൽ ശരിയാണ്. അപ്പോൾ യാക്കോബ് തൻ്റെ മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പ്രവചന സ്വഭാവമുള്ളവയായിരുന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ മക്കൾക്ക് ഭവിച്ചു. ഇന്നും മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ പ്രവചനാത്മകമായി വളർത്തുവാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മക്കളെ കണ്ടാൽ ഇവൻ ആരായിത്തീരും എന്ന് പറഞ്ഞ് അവൻ അനുഗ്രഹങ്ങൾ കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയേണ്ടതാണ്, വാസ്തവത്തിൽ കഴിയേണ്ടതാണ്. പക്ഷേ പല മാതാപിതാക്കളും മക്കളെ കണ്ടാൽ ആ മക്കളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ബോധവും അവർക്ക് ഇല്ല. അവർ പറയുന്ന വാക്കുകൾ മക്കളുമായിട്ടൊട്ടും ബന്ധപ്പെട്ട വാക്കുകളല്ല. പഴയ നിയമം പരിശോധിച്ചറിയാം, പലർക്കും പേരിട്ടത് അവരുടെ ഭാവിയെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യമായി തീരുന്ന നിലയിലാണ്. അങ്ങനെയാണല്ലോ അവൻ്റെ പേരും എന്ന് പറയാറുണ്ട്. മക്കൾ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ നടത്തിയാൽ അവർ എത്തേണ്ടിടത്ത് എത്തുമെന്നുള്ള വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. യാക്കോബ് തൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ എല്ലാം ഭാവിയെ യാക്കോബ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരിക്കലും തെറ്റുവരികയില്ല. യാക്കോബ് ഒരു മനുഷ്യനായിരുന്നെങ്കിലും ദൈവാത്മാവിനാൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ശരിയാണ്. നമ്മുടെ മക്കളെയും നമ്മൾ പ്രവചനാത്മകമായി വളർത്തണമെന്ന് ഞാൻ പറയട്ടെ. അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി ആ നിലയിൽ അവരെ വളർത്തിയാൽ നമുക്കും അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങൾ ശരിയായിട്ട് വരികയും ചെയ്യും. അങ്ങനെ വളർത്തുവാനും അങ്ങനെ കാര്യങ്ങൾ നോക്കിക്കണ്ട് പറവാനും ഒക്കെയുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.